പ്രാധാന്യത്തോടെ ചോദിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യജീവികൾ ഒരു നിശ്ചിത എണ്ണത്തിനപ്പുറത്ത് പെരുകിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് വയനാട്ടിലെ ജനങ്ങൾ കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വന്യജീവികളുടെ വർധനവിൽ നിയന്ത്രണം വരുത്തേണ്ടത്, അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. സംസ്ഥാന വിശദീകരിച്ചുകൊണ്ടുമാണ് ഈ ജാഥ പ്രയാണം തുടരുന്നത്. 18-ാം തീയതി കാട്ടിക്കുളത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ഇന്ന് രാവിലെ 4-ാം ദിവസം കമ്പളക്കാട് നിന്നും ആരംഭിച്ച ജാഥയാണ് ഈ വെണ്ണിയോട് സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിശദീകരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ ഈ ജാഥയിൽ CPIM മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണ്. രാജ്യത്തിൽ തന്നെ ബദലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു എന്നതിനാൽ കേരളത്തോട് അങ്ങേയറ്റം ശത്രുതാപരമായിട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. GST സംവിധാനമല്ല കേന്ദ്ര സർക്കാർ, ജനങ്ങളെ വഞ്ചിച്ച് UDF. ഈ 3 മുദ്രാവാക്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വയനാട് ജനതയുടെ മുമ്പിൽ ഈ മാർച്ചിലൂടെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നവകേരളം എന്ന കാഴ്ചപ്പാട് CPIM മുമ്പോട്ട് വെക്കുമ്പോൾ കേരളം ഇന്നു കാണുന്ന ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ കേരളമായി വാർത്തെടുത്തതിന്റെ പിന്നിൽ അതിനാവശ്യമായ സിദ്ധാന്തങ്ങൾക്കും എണ്ണമറ്റ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ പാർട്ടിയാണ് CPIM. ഭൂരിനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോടുള്ള പോരാട്ടത്തിനിടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നു കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം. ആ കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം മുമ്പോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും കർഷകന്റെ കൈകളിലേക്ക് ഭൂമി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല. ജന്മിമാർ കൈയടക്കി വെച്ചിരുന്ന ഭൂമി ജന്മിത്തത്തോട് സന്ധി ചെയ്തുകൊണ്ട് ജന്മിമാർ തന്നെ ഭൂമി കൈവശം വെക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയിലെമ്പാടും ഉണ്ടായത്. 4-ാം ദിവസമായി ഇന്ന് 2ാമത്തെ കേന്ദ്രമായ വെണ്ണിയോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വയനാട് മാർച്ചിലൂടെ CPIM വയനാട്ടിലെ ജനങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ഈ ജാഥയിലെ അംഗവും വയനാട്ടിലെ യുവജന നേതാക്കളിൽ ഒരാൾ മനുഷ്യജീവനത്തിൽ ഇല്ലാതായ ഉരുൾമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസത്തിൽ സഖാവ് PK സുരേഷ് ജാഥ മാനേജറുമായുള്ള CPIM വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വയനാട് മാർച്ച് കാൽനട ജാഥ